2018 റിലീസ് ചെയ്ത ഒരു സ്കൈഫൈ അമേരിക്കൻ ഹൊറർ മൂവിയാണ് അനഹിലേഷൻ. ഭൂമിയിലുള്ള ഒരു ലൈറ്റ് ഹൗസിന്റെ അടുത്തേക്ക് ഒരു ഉൽക്കം പതിക്കുകയാണ്. അത് കാരണം ആ ഭാഗത്തുള്ള പരിസ്ഥിതിക്ക് മുഴുവനും ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നു. സകലതിന്റെ DNA അടക്കം തകിടം മറിഞ്ഞു പോവുകയാണ്. അങ്ങനെ കുറേശ്ശെയായിട്ട് ഭൂമി മുഴുവനും നശിക്കാൻ തുടങ്ങുകയാണ്. അതിന്റെ ഉള്ളിലേക്ക് കയറുന്ന മനുഷ്യരുടെയും അവസ്ഥ ഇതൊക്കെ തന്നെ. എങ്ങനെയായിരിക്കും അവർ ഇതിൽ നിന്നെല്ലാം ഭൂമിയെ രക്ഷിക്കുന്നത്? അതൊക്കെ നമുക്ക് വീഡിയോ കണ്ടു തന്നെ അറിയാം. അപ്പോ എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് സ്വാഗതം. മൂവിയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് ഹീറോയിനെയാണ്. ലീന എന്നാണ് അവളുടെ പേര്. പക്ഷേ പുള്ളിക്കാരി ഇപ്പോൾ ക്വാറന്റൈനിലാണ്. അവളുടെ ചുറ്റിനും ചോദ്യം ചെയ്യാൻ വേണ്ടി കുറച്ച് ആൾക്കാരും കൂടി കൂടി നിൽപ്പുണ്ട്. നിങ്ങൾ എന്താണ് കഴിച്ചത്? 4 മാസമായിട്ട് നിങ്ങൾ അതിനകത്തായിരുന്നു. പക്ഷേ നിങ്ങൾ വെറും 2 ആഴ്ചത്തെ ഭക്ഷണമായിട്ടാണ് പോയത്. ഒന്നും കഴിച്ചതായിട്ട് എനിക്ക് ഓർമ്മയില്ല. നിങ്ങൾ അതിനകത്ത് എത്ര നാൾ ഉണ്ടായിരുന്നെന്ന് അറിയാവോ? 5-6 ദിവസം, ചിലപ്പോൾ 2 ആഴ്ച. നിന്റെ കൂടെ ഉണ്ടായിരുന്ന ജോസിക്ക് എന്ത് പറ്റി? എനിക്കറിയില്ല. അപ്പോ വെൻട്രസ്? എനിക്കറിയില്ല. പിന്നെ നിങ്ങൾക്ക് എന്താ അറിയാവുന്നേ? അടുത്ത ഷോട്ടിൽ ഒരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. ഒരു വലിയ ഉൽക്ക ഭൂമിയെ നോക്കി വരികയാണ്. അത് വന്ന് കടൽക്കരയുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു ലൈറ്റ് ഹൗസിലാണ് വന്നിരിക്കുന്നത്. ഇടിച്ച പാടെ തന്നെ അവിടെ എന്തൊക്കെയോ തരത്തിലുള്ള മാറ്റങ്ങൾ വരാൻ തുടങ്ങി. അടുത്ത ഷോട്ടിൽ കാണിക്കുന്നത് ലീനയാണ്. ആള് പണ്ട് പട്ടാളത്തിലായിരുന്നു. ഇപ്പോൾ അതെല്ലാം രാജിവെച്ച് ഒരു കോളേജിൽ പ്രൊഫസറായിട്ട് ജോലി ചെയ്തു വരികയാണ്. അവളുടെ കൂടെ തന്നെ പണ്ട് പട്ടാളത്തിലുണ്ടായിരുന്ന ഒരാളെയാണ് അവൾ സ്നേഹിച്ച് കല്യാണം കഴിച്ചത്. കെയ്ൻ എന്നാണ് പുള്ളിക്കാരന്റെ പേര്. പക്ഷേ ഒരു കൊല്ലം മുൻപേ എന്തോ ഒരു മിഷൻ ഉണ്ടെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് പുറപ്പെട്ടു പോയതാണ് അവൻ. എന്നാൽ ഇതുവരെയായിട്ടും അവൻ തിരിച്ചു വന്നിട്ടേയില്ല. അവൻ എവിടെ പോയെന്നോ എന്ത് മിഷന് വേണ്ടിയാണ് പോയതെന്നൊന്നും ആൾക്കും അറിയില്ല. ഇപ്പോൾ അവനില്ലാതെ അവൾ തനിച്ചാണ് താമസം. ഓരോ ദിവസങ്ങളും അവന്റെ ഓർമ്മയിൽ നീർ കഴിയുന്നു. അങ്ങനെയിരിക്കെ പെട്ടെന്നാണ് ഒരു ദിവസം കെയ്ൻ ലീനയുടെ അടുത്തേക്ക് വരുന്നത്. ആ കാഴ്ച അവൾക്ക് പോലും വിശ്വസിക്കാനാവുമായിരുന്നില്ല. അവനെ കണ്ടപാടെ അവൾ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി. നിങ്ങളിത് എവിടെയായിരുന്നു? വല്ല രഹസ്യ മിഷനും ആയിരുന്നോ? ആയിരിക്കാമെന്നോ എന്ന് വെച്ചാ അതൊരു സീക്രട്ട് മിഷൻ ആയിരുന്നെന്നാ തോന്നുന്നത്. എവിടെയാ? പാകിസ്ഥാനിലാണോ? അതെവിടെയാണെന്ന് എനിക്കറിയില്ല. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ? അവൾ എന്തൊക്കെ ചോദിച്ചിട്ടും അറിയില്ല എന്നൊരൊറ്റ ഉത്തരം മാത്രമാണ് ഞാൻ പറയുന്നത്. ശേഷം അവന് കുടിക്കാനായിട്ട് അവൾ വെള്ളം കൊടുത്തതും പെട്ടെന്ന് അവൻ വൊമിറ്റ് ചെയ്യാൻ തുടങ്ങി. അത് കണ്ടതും അപ്പോൾ തന്നെ അവൾ ഒരു ആംബുലൻസ് വിളിച്ച് അവന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ്. പോകുന്ന വഴിയിലെല്ലാം അവൻ ഒരുപാട് ബ്ലഡ് ഛർദ്ദിക്കുന്നുണ്ട്. അങ്ങനെ അവർ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് കുറെ ആൾക്കാർ വന്ന് പെട്ടെന്ന് ആംബുലൻസ് തടഞ്ഞു നിർത്തുന്നത്. വന്ന പാടെ അവരെല്ലാവരും കൂടി ചേർന്ന് ലീനയും അവളുടെ ഹസ്ബൻഡിനെയും ബലമായിട്ട് അവിടുന്ന് പിടിച്ചുകൊണ്ട് പോവുകയാണ്. പിന്നീട് ലീന കണ്ടു തുറക്കുമ്പോൾ അവൾ ഒരു റൂമിലായിരുന്നു. ഏരിയ എക്സ് എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ് ഇപ്പോൾ അവരവളെ കൊണ്ടുവന്നിരിക്കുന്നത്. കുറെ കഴിഞ്ഞപ്പോഴേക്കും ഒരു ഡോക്ടറും കൂടി അവളുടെ റൂമിലേക്ക് വരുന്നു. എന്റെ പേര് ഡോക്ടർ വെൻട്രസ്. എന്റെ ഹസ്ബൻഡ് എവിടെ? അയാൾ ഇവിടെ തന്നെയുണ്ട്. ഒരല്പം ക്രിട്ടിക്കലാ. അയാളുടെ ഇന്റേണൽ ഓർഗൻസ് എല്ലാം തകർന്നിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ ഇന്റേണൽ ബ്ലീഡിംഗ് ഉണ്ട്. അദ്ദേഹം ഇത്രയും നാൾ എവിടെ ആയിരുന്നു? നിങ്ങൾ എന്നോട് അതിനെപ്പറ്റി പറഞ്ഞേ പറ്റൂ. അങ്ങനെ വേറെ വഴിയില്ലാതെ അവരെല്ലാം ലീനയോട് പറയുന്നു. അതിനുവേണ്ടി അവർ ലീനയെ കൂട്ടിക്കൊണ്ട് ഏരിയ എക്സിന്റെ പുറത്തേക്കാണ് വരുന്നത്. അവിടേക്ക് വന്നത് പുറത്തുള്ള ആ കാഴ്ച കണ്ടവൾ ഞെട്ടിപ്പോയി. എന്താണെന്ന് വെച്ചാൽ ഒരുമാതിരി ലെയർ പോലെ വളരെ കളർഫുൾ ആയിട്ട് എന്തോ ഒരു ജെല്ലി മാതിരി അതിങ്ങനെ ഒരു ലെയർ പോലെ അവിടെ മുഴുവനും വ്യാപിച്ചു കിടക്കുകയാണ്. ഷിമ്മർ എന്നാണ് അവർ ഈ ലെയറിന് പറയുന്ന പേര്. 3 വർഷങ്ങൾക്ക് മുൻപാണ് ഇത് തുടങ്ങിയത്. ലൈറ്റ് ഹൗസിന് ചുറ്റുമായിട്ട് എന്തോ ഒരു തെളിച്ചം കാണുന്നുവെന്നാണ് ഞങ്ങൾക്ക് ആദ്യമായിട്ട് കിട്ടിയ റിപ്പോർട്ട്. അതിനെപ്പറ്റി അന്വേഷിക്കാൻ വേണ്ടി ആദ്യമായിട്ട് ഒരു വാർഡനാണ് പോകുന്നത്. പക്ഷേ അയാൾ പിന്നീട് തിരികെ വന്നില്ല. അതിനുശേഷം ഞങ്ങൾ കരയിലൂടെയും എയറിലൂടെയും എല്ലാം അവിടേക്ക് ചെല്ലാൻ നോക്കി. അതും കൂടാതെ ഡ്രോണുകളെയും മൃഗങ്ങളെയും ആൾക്കാരെയും എല്ലാം അയച്ചു. പക്ഷേ ആരും തന്നെ പിന്നീട് തിരികെ വന്നില്ല. ഇപ്പോഴാണെങ്കിൽ അതിന്റെ അതിരുകൾ മുഴുവനും വലിപ്പം വെച്ച് ഇങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ ഇത്രയും നാൾ ഇത് വിഴുങ്ങിയത് ആൾക്കാരൊന്നുമില്ലാത്ത വെറും ചതുപ്പ് നിലങ്ങൾ മാത്രമാണ്. എന്നാൽ അതെല്ലാം വെറും താൽക്കാലികം മാത്രം. കുറച്ചു നാൾ കൂടി കഴിയുമ്പോൾ അതിപ്പോൾ നമ്മൾ നിൽക്കുന്ന ഇടം വരെ വ്യാപിക്കും. ശേഷം സിറ്റികളിലേക്കും പിന്നെ നമ്മുടെ ഈ സംസ്ഥാനം മുഴുവനും അങ്ങനെ അവസാനം ഈ ലോകം മുഴുവനും അത് വ്യാപിക്കും. ഞങ്ങൾ ഒരുപാട് പേര് അങ്ങോട്ടേക്ക് അയച്ചായിരുന്നു. പക്ഷേ നിന്റെ ഹസ്ബൻഡ് മാത്രമാണ് തിരികെ വന്നത്. ഡോക്ടർ പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം ആലോചിച്ച് അവൾ ആകെ കൺഫ്യൂഷനിൽ നിൽക്കുകയാണ്. അന്നേരമാണ് അവളുടെ അടുത്തേക്ക് മറ്റൊരു ലേഡി വരുന്നത്. ഹലോ, എന്റെ പേര് ആനി. നിങ്ങൾ എന്താ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നേ? വാ, എന്റെ കൂടെയുള്ളവരെ പരിചയപ്പെടുത്തി തരാം. അങ്ങനെ ആനി അവളെ വിളിച്ചുകൊണ്ട് അവളുടെ ഫ്രണ്ട്സിന്റെ അടുത്തേക്ക് പോകുന്നു. എന്റെ പേര് ഷെപ്പേർഡ്. എന്റെ പേര് ജോസി. ഇവരെല്ലാവരും പല ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്നവരാണ്. ഷെപ്പേർഡിന്റെ ജോലി എന്താണെന്ന് വെച്ചാൽ അവളൊരു ജിയോമോർഫോളജിസ്റ്റ് ആണ്. എന്ന് വെച്ചാൽ ഈ കാന്തിക മണ്ഡലങ്ങളെ പറ്റിയൊക്കെ റിസർച്ച് ചെയ്യുന്ന ആൾ. ആനിയാണെങ്കിൽ ഒരു പാരാമെഡിക്കായിട്ട് വർക്ക് ചെയ്യുന്നു. അതേസമയം ജോസി ആണെങ്കിൽ ഒരു ഫിസിസിസ്റ്റ് ആണ്. പക്ഷേ ലീനയെ പറ്റി ചോദിച്ചപ്പോൾ അവൾ ഒരു ബയോളജിസ്റ്റ് മാത്രമാണെന്ന് ഉത്തരം പറഞ്ഞത്. ഇവിടേക്ക് അവൾ വരാനുണ്ടായ കാരണങ്ങളോ അവളുടെ ഹസ്ബൻഡിനെ പറ്റിയോ ഒന്നും അവൾ അവരോട് പറഞ്ഞിരുന്നില്ല. അങ്ങനെ പിറ്റേന്ന് നേരം വെളുത്തതും അവൾ വീണ്ടും ആ ഡോക്ടറെ കാണാനായിട്ട് പോകുന്നു. നിങ്ങൾ എന്തിനാണ് ഷിമറിന്റെ അകത്തേക്ക് പോകുന്നത്? ഇതിന്റെ എല്ലാം ഉറവിടമായ ലൈറ്റ് ഹൗസിൽ എത്തിച്ചേരുക എന്നാണ് എന്റെ ഉദ്ദേശം. അപ്പോ ഞാൻ നിങ്ങളുടെ കൂടെ വരുന്നു. അപ്പോ അതാണല്ലേ ഉദ്ദേശം? നിനക്ക് ഞങ്ങളുടെ കൂടെ വരണം. അതെ, ഇവിടെ നിന്നുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ പിറ്റേന്ന് ആ ടീമിനോടൊപ്പം ലീനയും അതിനകത്തേക്ക് പോവുകയാണ്. എല്ലാവർക്കും നല്ല
പേടിയുണ്ട്. പക്ഷേ ആരും അത് പുറത്ത് കാണിക്കുന്നില്ല. പേടിച്ചിരുന്നാൽ കാര്യമൊന്നും നടക്കില്ലല്ലോ. ആ ഡോക്ടറാണ് ഇവരുടെ എല്ലാവരുടെയും ടീം ലീഡർ. ധൈര്യത്തോടെ അതിനകത്തേക്ക് ആദ്യം കയറുന്നതും അവരാണ്. തൊട്ട് പിറകെ തന്നെ ബാക്കിയുള്ള ആൾക്കാരും കൂടി കൂടെ കയറുന്നു. അടുത്ത ഷൂട്ടിൽ കാണിക്കുന്നത് ഉറക്കത്തിൽ നിന്നും ഞെട്ടി എഴുന്നേൽക്കുന്ന ലീനയാണ്. ഷിമ്മറിന്റെ അകത്തേക്ക് കയറിയത് മാത്രമേ അവൾക്ക് ഓർമ്മയുണ്ടായിരുന്നുള്ളൂ. പിന്നീട് കണ്ണു തുറക്കുമ്പോൾ അവൾ ഈ ടെന്റിനകത്തായിരുന്നു. അവളുടെ മാത്രമല്ല ബാക്കിയുണ്ടായിരുന്ന എല്ലാവരുടെയും അവസ്ഥ ഇത് തന്നെയായിരുന്നു. ആർക്കും ഒന്നും ഓർമ്മയില്ല. ഈ ക്യാമ്പൊക്കെ എപ്പോഴാണ് നമ്മൾ സെറ്റ് ചെയ്തതെന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ല. നമ്മളുടെ കയ്യിലുള്ള ഫുഡൊക്കെ കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മളുടെ കയ്യിലുള്ള ഫുഡിന്റെ അളവ് വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ ഇവിടെ വന്നിട്ട് കുറഞ്ഞത് 4 ദിവസങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. അതെങ്ങനെ നടക്കും? ദേ ഇത് കണ്ടോ, എല്ലാ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും വർക്ക് ആവുന്നുണ്ട്. ഈ ക്യാമറയും വർക്കിംഗ് ആണ്. പക്ഷേ ഒന്നിന്റെ സിഗ്നൽ ഈ ഷിമ്മർ വിട്ട് പുറത്തേക്ക് പോകുന്നതേ ഇല്ല. ദേ ഇത് കണ്ടോ, ഈ കോമ്പസ് പോലും വർക്ക് ചെയ്യുന്നില്ല. നമുക്ക് പോകേണ്ടത് തെക്കോട്ടാണ്. പക്ഷേ തെക്കേതാണെന്ന് എങ്ങനെ കണ്ടുപിടിക്കും? വേറെ വഴിയില്ലെങ്കിലും നമുക്ക് സൂര്യനെ നോക്കി തന്നെ പോകേണ്ടി വരും. അങ്ങനെ എല്ലാവരും സൂര്യന്റെ ദിശയിൽ നോക്കി നടക്കാൻ തുടങ്ങി. നടന്ന് അവരിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് ഒരു ഷെഡ് പോലെയുള്ള ഒന്നിന്റെ അടുത്തേക്കാണ്. ഞാൻ ഈ ഷെഡിന്റെ അകത്ത് എന്താണെന്ന് നോക്കിയിട്ട് വരാം. അതും പറഞ്ഞ് ജോസ് നേരെ ആ ഷെഡിന്റെ അകത്തേക്ക് പോകുന്നു. അപ്പോഴാണ് മറ്റുള്ളവർ അവിടെ കുറെ പൂക്കൾ കാണുന്നത്. വിചിത്രമായിരിക്കുന്നു. എല്ലാ പൂക്കളും കാണാൻ വളരെ ഡിഫറന്റ് ആയിട്ടുണ്ട്. ഈ പൂക്കളെല്ലാം ഒറ്റ ചെടിയിൽ നിന്നുള്ളതാണെന്ന് കണ്ടാൽ ആരും പറയത്തില്ല. ദേ ഇത് കണ്ടില്ലേ, ഈ പൂക്കളെല്ലാം ഒരൊറ്റ ചെടിയിലേതാണ്. ഒരേ ചെടിയിലെ തന്നെ പല പല പൂക്കൾ തുടർച്ചയായിട്ട് മ്യൂട്ടേഷൻ സംഭവിച്ചതുപോലുണ്ട്. ഇത് വല്ല അസുഖമാണോ? മനുഷ്യന്മാരിലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു രോഗമായിട്ട് കൂട്ടിയേനെ. അവരങ്ങനെ ആ ചെടി നോക്കിയിരിക്കുമ്പോഴാണ് അകത്തേക്ക് പോയ ജോസ് തിരികെ വരുന്നത്. അവൾ അങ്ങോട്ട് പുറത്തേക്ക് വന്നതും പെട്ടെന്ന് എന്തോ വന്ന് അവൾ അകത്തേക്ക് വലിച്ചോണ്ട് പോകുന്നു. അത് കണ്ടതും എല്ലാവരും കൂടി അകത്തേക്ക് ചെന്നപ്പോഴോ എന്തോ ഒന്ന് ജോസിയെ പിടിച്ച് വെള്ളത്തിനകത്തേക്ക് വലിക്കുകയായിരുന്നു. ഒരു വിധത്തിലാണ് 4 പേരും കൂടി അവളെ രക്ഷിച്ച് പുറത്തേക്ക് കൊണ്ടുവരുന്നത്. അവിടെ വെള്ളത്തിൽ എന്തോ ഉണ്ട്. അവരങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരു മുതല വെള്ളത്തിലേക്ക് എടുത്ത് ചാടുന്നത്. അത് നീന്തി വരുന്നത് നേരെ ഇവരുടെ അടുത്തേക്കും. അതിനെ കണ്ടത് സകലവരും കയ്യിലുള്ള തോക്ക് വെച്ചതിനെ തുരാന്ന് വെടിവെക്കാൻ തുടങ്ങി. ലീന ഒരു എക്സ് മിലിറ്ററി അല്ലേ, അതുകൊണ്ട് തന്നെ എങ്ങനെ കൃത്യമായിട്ട് വെടിവെക്കണം നമുക്ക് നല്ലതുപോലെ അറിയാം. ആള് നല്ല കിടുക്കാച്ചയായിട്ട് തന്നെ ചറപ്പറാന്ന് വെടിവെച്ച് ആ മുതലയോടെ കൊല്ലുന്നു. മുതല ചത്തതും അതിന്റെ സാമ്പിൾ എടുക്കാൻ വേണ്ടി മുതലയുടെ വാ തുറന്നപ്പോഴാണ് അവരൊന്നും കൂടി ഞെട്ടുന്നത്. ഇത് നേരത്തെ നമ്മൾ ആ പൂക്കളിൽ കണ്ടതുപോലെ തന്നെ. ഇതിന്റെ പല്ല് കണ്ടോ? സ്രാവുകൾക്കല്ലേ ഇങ്ങനെയുള്ള പല്ലുകൾ ഉണ്ടാവുക? ശരിക്കും പറഞ്ഞാൽ സ്രാവും മുതലയും കൂടി ചേർന്നാൽ എങ്ങനെ ഉണ്ടാകും? അതുപോലെ തന്നെ ഉണ്ടായിരുന്നു ആ മുതലയെ കാണാൻ. അങ്ങനെ അവരവിടുന്ന് വീണ്ടും യാത്ര തുടങ്ങുകയാണ്. പോകുന്ന വഴിയെ തന്നെ വെള്ളത്തിലായിട്ട് അവർ ഇതുപോലെ തന്നെ പരിണാമങ്ങൾ സംഭവിച്ച ഒരുപാട് ജീവിവർഗങ്ങളെ കാണുന്നുണ്ടായിരുന്നു. നീ എവിടുന്ന ഇതുപോലെ ഷൂട്ട് ചെയ്യാൻ പഠിച്ചത്? ഞാൻ പണ്ട് പട്ടാളത്തിലായിരുന്നു, ഒരു 7 വർഷം. ഇവിടേക്ക് വരാനായിട്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണം ഉണ്ടായിരുന്നോ? എന്താ അങ്ങനെ ചോദിക്കാൻ? സാധാരണ ആൾക്കാരൊന്നും ഇങ്ങോട്ടേക്ക് വരാറേയില്ല. നമുക്ക് എല്ലാവർക്കും ഓരോ കുഴപ്പങ്ങളുണ്ട്. നമ്മുടെ ആനിയില്ലേ, അവൾ മയക്കുമരുന്നിന് അടിമയായിരുന്നു. ജോസി ആണെങ്കിൽ എപ്പോഴും ഫുൾ സ്ലീവ് ഡ്രസ് അല്ലേ ഇടുന്നത്. അതിന് കാരണം അവളുടെ കയ്യിലുള്ള മുറിപ്പാട് ആര് കാണാതിരിക്കാൻ വേണ്ടിയാ. എന്തേ അവൾ മരിക്കാൻ നോക്കിയോ? ഏയ് അല്ല, ഇത് നേരെ തിരിച്ചാ. അവൾ തനിക്ക് ഇപ്പോഴും ജീവനുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതാ. അപ്പോ ഡോക്ടറോ? അറിഞ്ഞെടുത്തോളം അവരൊരു അനാഥയാണ്. കൂട്ടുകാരോ കുടുംബമോ കുട്ടികളോ ഭർത്താവോ അങ്ങനെ ഒന്നുമില്ല. അപ്പോ നിന്റെ കാര്യമോ? എനിക്കൊരാളെ നഷ്ടമായി, എന്റെ മകളെ. അവൾക്ക് ബ്ലഡ് ക്യാൻസർ ആയിരുന്നു. അങ്ങനെ അവർ ഓരോന്ന് സംസാരിച്ച് ഇപ്പോൾ മറ്റൊരിടത്തേക്ക് എത്തിയിരിക്കുകയാണ്. വീണ്ടും പരിണാമങ്ങൾ. പക്ഷേ ഇതല്പം കടുത്തതാണല്ലോ, ഒരു ക്യാൻസർ പോലെ. അങ്ങനെ അവരെല്ലാവരും ആ ബിൽഡിങ്ങിന്റെ അകത്തേക്ക് കയറുകയാണ്. അവിടെയെല്ലാം ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കുമ്പോഴാണ് ഇവർക്ക് മുന്നേ ആയിട്ട് മറ്റൊരു ടീം അവിടെ വന്നിട്ടുണ്ടെന്ന് അവർക്ക് മനസ്സിലാകുന്നത്. കാരണം അവിടെ ബോർഡിലായിട്ട് എന്തൊക്കെ കോഡുകൾ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പട്ടാളക്കാര് മാത്രം ഉപയോഗിക്കുന്ന ഒരു കോഡ്. നീ എന്താ നോക്കുന്നേ? ദേ ഇത് കണ്ടോ, ഇതൊരു മാപ്പാണ്. ഇവിടെയാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത്. ഓരോരുത്തരുടെ പേരിന്റെ കൂടെ ഓരോ സമയം എഴുതിയിരിക്കുന്നത് കണ്ടോ? അത് മാറി മാറി കാവൽ നിന്നതിന്റെയാണ്. എല്ലാവരും ഉറങ്ങുമ്പോൾ 2 പേര് മാത്രം കാവൽ നിൽക്കും. അവരങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളും അങ്ങനെ തന്നെ ചെയ്യണം. അതേസമയം തന്നെ ആ ഡോക്ടർക്ക് അവിടെ നിന്നും ഒരു മെമ്മറി കാർഡും കൂടി കിട്ടുന്നു. അപ്പോൾ തന്നെ അവരത് ജോസിയുടെ കയ്യിലുണ്ടായിരുന്ന ക്യാമറയിലേക്ക് ഇട്ടു നോക്കുന്നു. അതിനകത്തെ ആളെ കണ്ടത് നമ്മുടെ ലീന ഞെട്ടിപ്പോകുന്നു. കാരണം അത് അവളുടെ ഹസ്ബൻഡ് കെയിൻ ആയിരുന്നു. അവൻ കയ്യിലൊരു കത്തിയും പിടിച്ചുകൊണ്ട് കൂടെ ഉണ്ടായിരുന്ന പട്ടാളക്കാരന്റെ വയർ കീറി മുറിക്കുകയാണ്. അത് കണ്ടതും ഇയാൾ എന്തായി ചെയ്യുന്നതെന്ന് വിചാരിച്ച് എല്ലാവരും ആകെ ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ്. പക്ഷേ വയറ് കീറി കഴിഞ്ഞതിന് ശേഷമാണ് അവർ ഒന്നും കൂടി ഞെട്ടുന്നത്. കാരണം അയാളുടെ വയറ്റിനകത്തെ കുടൽമാലകളെല്ലാം കൂടി ഒരു പാമ്പ് ചുറ്റിയാൽ എങ്ങനെ ഇരിക്കും, അതുപോലെ നിർത്താതെ ചുറ്റിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു. ആ ഒരു സീൻ കണ്ടപ്പോഴേക്കും എല്ലാവരും അപ്പോൾ തന്നെ ക്യാമറയും കട്ട് ചെയ്യുന്നു. അയാളുടെ വയറ്റിനകത്ത് എന്തായിരുന്നു അത്? അങ്ങനെ ഒന്നുമില്ല. അത് നമുക്ക് ക്യാമറയുടെ വെട്ടടിച്ചുകൊണ്ട് തോന്നിയതായിരിക്കും. കണ്ട കാഴ്ച അവർക്ക് ആർക്കും വിശ്വസിക്കാനേ പറ്റിയിരുന്നില്ല. പക്ഷേ ഏറ്റവും വലിയ ഷോക്ക് അത് ലീനക്കായിരുന്നു. ഡോക്ടർക്കല്ലാതെ കെയിൻ ലീനയുടെ ഹസ്ബൻഡ് ആണെന്ന് മറ്റാർക്കും അറിയില്ലല്ലോ. അങ്ങനെ അവർ നടന്ന് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ആ ബിൽഡിംഗിൽ തന്നെയുള്ള മറ്റൊരു സ്വിമ്മിംഗ് പൂളിലേക്കായിരുന്നു. പക്ഷേ അവരവിടെ കണ്ട കാഴ്ച ഒന്നും കൂടി ഞെട്ടിക്കുന്നതായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഒരു ഡെഡ് ബോഡി. അത് 2ആയിട്ട് സ്പ്ലിറ്റ് ആയ ശേഷം അതിന്റെ ഉള്ളിൽ നിന്ന് എന്തോ വേരുകൾ പോലെ അവിടെ മുഴുവൻ പടർന്ന് പന്തലിച്ച് നിൽക്കുകയാണ്. നേരത്തെ റോബിൻ ഒരു പട്ടാളക്കാരന്റെ വയറ് 2ആയിട്ട് കീറിയില്ലായിരുന്നു. അയാളായിരുന്നു ഇത്. ഇതെല്ലാം കണ്ടിട്ട് ഇവിടെ എന്താണ് ശരിക്കും നടക്കുന്നതെന്ന് ലീനയ്ക്ക് ഒരു പിടുത്തവും കിട്ടുന്നില്ല. ചിലപ്പോൾ തങ്ങളുടെ ബോഡിക്കും ഇതൊക്കെ ബാധിച്ചിട്ടുണ്ടെങ്കിലോ? അതറിയാൻ വേണ്ടി അവൾ അവളുടെ ബ്ലഡ് തന്നെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നു. സംശയിച്ചതുപോലെ തന്നെ അവളുടെ രക്തകോശങ്ങളും ഇതുപോലെ തന്നെ പരിണാമം സംഭവിച്ച് 2 കോശങ്ങളായിട്ട് മാറുകയാണ്. അങ്ങനെ ഇപ്പോൾ എല്ലാവരും നല്ല ഉറക്കമാണ്. ഇപ്പോൾ ലീനയും പിന്നെ ആ ഡോക്ടറും കൂടിയാണ് പുറത്ത് കാവൽ നിൽക്കുന്നത്. അവര് 2 പേരും അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് എന്തോ ഒരു ശബ്ദം കേൾക്കുന്നത്. ആ ശബ്ദം കേട്ടത് മറ്റുള്ള ആൾക്കാർ കൂടി പുറത്തേക്ക് വരുന്നു. നീ എന്തേലും കണ്ടോ? ഇല്ല, എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല. അങ്ങനെ നോക്കി വന്നപ്പോഴാണ്
അവരുടെ ചുറ്റിനുമായിട്ടൊരു വേലിയുണ്ട്. അതിനകത്തായിട്ട് ഒരു വലിയ ദ്വാരമുള്ളത് അവൾ കാണുന്നത്. അതുവഴി എന്തോന്ന് അകത്തേക്ക് വന്നിട്ടുണ്ട്. അത് കേട്ടതും ഷെപ്പേഡ് തന്റെ കയ്യിലുള്ള തോക്കും വെച്ച് മുന്നോട്ടേക്ക് നടക്കാൻ തുടങ്ങി. പെട്ടെന്നാണ് ഒരു കരടി ചാടി വീണ് ഷെപ്പേഡിനെ കടിച്ചെടുത്തുകൊണ്ട് ഓടുന്നത്. അത് കണ്ടതും മറ്റുള്ളവരും അതിനെ തൊട്ടി പിറകെ വെച്ച് പിടിക്കാൻ തുടങ്ങി. പക്ഷേ അവർ എത്ര ശ്രമിച്ചിട്ടും അതിനെ പിടിക്കാനേ കഴിഞ്ഞില്ല. അതിപ്പോൾ ഷെപ്പേഡിനെയും കൊണ്ട് അവിടുന്ന് ഓടിപ്പോയിരിക്കുന്നു. രാത്രി ആയതുകൊണ്ട് തന്നെ അവർക്ക് എങ്ങോട്ടാണത് പോയതെന്നും മനസ്സിലാവുന്നില്ല. അങ്ങനെ നേരം വെളുത്തു. എല്ലാവരും ഇന്നലെ നടന്ന സംഭവത്തിൽ ആകെ ടെൻഷനായിട്ടിരിക്കുകയാണ്. നമുക്ക് തിരിച്ചു പോയാലോ? ഇനിയും ഇവിടെ നിന്നാൽ നമ്മളുടെ ഗതി ഇത് തന്നെയാകും. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ ഞാൻ ലൈറ്റ് ഹൗസിലേക്ക് പോകുക. എന്റെ കൂടെ വരാൻ ഇഷ്ടമുള്ളവർക്ക് വരാം. അത് നിങ്ങളുടെ ഇഷ്ടം. അതും പറഞ്ഞ് ബാഗും എടുത്തുകൊണ്ട് ഡോക്ടർ അവിടുന്ന് പോവുകയാണ്. നമ്മൾക്കും ഡോക്ടറിന്റെ കൂടെ പോകാം. കാരണം നമ്മൾ ഇവിടെ എത്താൻ തന്നെ 6 ദിവസം എടുത്തു. പക്ഷേ ലൈറ്റ് ഹൗസിലേക്ക് എത്താൻ വെറും 2 ദിവസം മതി. അവിടെ എത്തുമ്പോഴേക്കും നമുക്ക് രക്ഷപ്പെടാനായിട്ട് എന്തെങ്കിലും എളുപ്പവഴി കിട്ടിയാലോ? അങ്ങനെ ഇപ്പോൾ എല്ലാവരും ലൈറ്റ് ഹൗസിലേക്ക് നടക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. നടന്ന് കുറച്ച് ദൂരേക്ക് എത്തിയപ്പോഴാണ് ഇന്നലെ കരടി പിടിച്ചുകൊണ്ടുപോയ ഷെപ്പേഡിന്റെ ഷൂസുകൾ തറയിൽ കിടക്കുന്നവർ കാണുന്നത്. അവൾ ഇപ്പോഴും ജീവനോടെ ഉണ്ടെങ്കിലോ? ശരി, ഞാൻ ഒറ്റയ്ക്ക് പോയി നോക്കാം. അത് പറഞ്ഞ് ലീന ഷെപ്പേഡിനെ നോക്കാനായിട്ട് പോവുകയാണ്. അപ്പോഴാണ് ലീന ഒരു കാര്യം കാണുന്നത്. എന്താണെന്ന് വെച്ചാൽ 2 മാൻ, ഒരു വെളുത്ത മാനും പിന്നെ ദേഹത്ത് പുള്ളിയുള്ള ഒരു മാനും. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു മാൻ എന്തോ കാണിക്കുന്നു. അതുപോലെ തന്നെയായിരുന്നു മറ്റേ മാൻ കാണിക്കുന്നത്. ഒരു കാർബൺ കോപ്പി പോലെ. കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരേപോലെ തന്നെ ഒരുമിച്ച് ഓടി പോവുകയും ചെയ്തു. ഇവിടെ മ്യൂട്ടേഷൻ തന്നെയാണ്. അങ്ങനെ മാനുകൾ പോയതും അവൾ വീണ്ടും ഷെപ്പേഡിനെ അന്വേഷിക്കാൻ തുടങ്ങി. അപ്പോഴാണ് കുറച്ച് ദൂരേക്ക് മാറി ഷെപ്പേഡിന്റെ ബോഡി അവർ കിടക്കുന്നത് കാണുന്നത്. വളരെ കൊടൂരമായിട്ട് എന്തോ ഒരു മൃഗം കൊന്നിട്ടേക്കുന്നു. ആ കാഴ്ച കണ്ടതും അവൾക്ക് സങ്കടം സഹിക്കാനായില്ല. ശേഷം അവൾ വന്ന് മറ്റുള്ളവരോട് ഈ കാര്യം പറയുന്നു. അങ്ങനെ അവരെല്ലാവരും കൂടി അവിടുന്ന് വീണ്ടും നടക്കാൻ തുടങ്ങി. നടന്ന് അവരിപ്പോൾ വന്നിരിക്കുന്നത് ഒരു ഗ്രാമത്തിലാണ്. കുറച്ചു നേരം ഇവിടെ വിശ്രമിച്ചിട്ട് മുന്നോട്ട് നടക്കാം. അതാണ് അവരുടെ പ്ലാൻ. ആ സമയത്താണ് അവരവിടെ മറ്റൊരു കാഴ്ച കാണുന്നത്. എന്താണെന്ന് വെച്ചാൽ അവിടെ ചെടികളെല്ലാം വളർന്നിരിക്കുന്നത് മനുഷ്യരുടെ രൂപത്തിലായിരുന്നു. ഒരു മനുഷ്യൻ ചെടിയായി മാറിയാൽ എങ്ങനെയുണ്ടാകും? അതേപോലെ ഇപ്പൊ എനിക്കെല്ലാം മനസ്സിലായി. ഞാൻ ആദ്യം കരുതിയത് ഈ സിഗ്നലുകളെല്ലാം തടയുന്നത് ഷിമ്മർ ആണെന്നാണ്. പക്ഷേ പ്രകാശത്തെ ആരും തടയുന്നില്ലല്ലോ. റേഡിയോയുടെ കാര്യം ഇത് തന്നെ. സിഗ്നൽ കട്ടായിട്ടില്ല. ഇവയ്ക്കെല്ലാം രൂപമാറ്റം സംഭവിച്ചതാ. ഹ്യൂമൻ ഹോക്സ് ജീനുകൾ എന്താണെന്ന് അറിയാവോ? എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയിലെ ജീനുകൾക്ക് അതിന് നന്നായിട്ട് ബോഡി പ്ലാനിങ് എന്താണെന്ന് അറിയാം. എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് കൈയും കാലും എല്ലാം ഉണ്ടല്ലേ. ഷോൾഡറിന്റെ തൊട്ട് താഴെയായിട്ടല്ലേ കൈ വരുന്നത്. അതുപോലെ തന്നെ അരക്കെട്ടിന്റെ അടുത്തായിട്ടാണ് വയറും വരുന്നത്. ഇതുപോലെ നമ്മുടെ ബോഡി ഫുള്ള് പ്ലാൻ ചെയ്യുന്നത് ഈ ജീനുകളാണ്. അത് വെച്ചാണ് നമ്മുടെ ബോഡി വളരുന്നത് തന്നെ. എന്നാൽ ഇപ്പോൾ ഈ ചെടിയുടെ ഇലകളിൽ ഇതേ ജീനുകളാണുള്ളത്. മനുഷ്യരിലുള്ള അതേ ജീനുകൾ. ഇതൊക്കെ എങ്ങനെ നടക്കാനാ? എല്ലാവർക്കും ഇത് കേട്ട് ശരിക്കും വട്ടാവുന്നുണ്ട്. ഞാൻ ഇത്രയും നാളും കരുതിയത് നമ്മൾ അയക്കുന്ന സിഗ്നലുകൾ മുഴുവൻ തടയുന്നത് ഈ ഷിമ്മർ ആണെന്നാണ്. പക്ഷെ ശരിക്കും അങ്ങനെയല്ല. ഈ ഷിമ്മർ എന്ന് പറയുന്നത് ഒരു പ്രിസമാണ്. പ്രിസം എന്ന് പറഞ്ഞാൽ ട്രയാങ്കിൾ പോലെ ഇരിക്കുന്ന ഒരു ഗ്ലാസ്. അതിന്റെ ഉള്ളിലേക്ക് നമ്മൾ പ്രകാശം കടത്തിവിടുമ്പോൾ അതിന് എന്താണ് ഉണ്ടാകുക? മറുവശത്തേക്ക് എത്തുമ്പോഴേക്കും ആ പ്രകാശം മുഴുവനും മഴവില്ലിന്റെ കളറായി മാറുന്നു അല്ലേ? അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഈ ഷിമ്മറിൽ നടക്കുന്നത്. സകല DNA മിക്സ് ആയിരിക്കുകയാണ്. ഇവിടെ കടിക്കുന്ന പ്രകാശം തന്നെ കണ്ടില്ലേ, പല നിറത്തിൽ. അതുപോലെ തന്നെ ഇവിടെയുള്ള ജീവിവർഗങ്ങളും DNAയും എല്ലാം ആകെ തകിടം മറിഞ്ഞു കിടക്കുകയാണ്. തകിടം മറിഞ്ഞെന്ന് വെച്ചാൽ എങ്ങനെയാണ് ഈ ചെടികളിലുള്ള മനുഷ്യരുടെ DNA വന്നത്? എങ്ങനെയാണ് ഒരു മുതലയുടെ വായിൽ സ്രാവിന്റെ DNA വന്നത്? എന്ന് വെച്ചാൽ പല DNAകളും ഒരുമിച്ച് കൂടി ഒരു അവിയൽ പരുവം. അതിന് മനുഷ്യരെന്നോ ചെടികളെന്നോ മൃഗങ്ങളെന്നോ ഒരു വേർതിരിവും ഇല്ല. എന്തിന്റെ DNA പരസ്പരം ചേർക്കാൻ സാധിക്കും? അതാണ് ഇപ്പോൾ ഇവിടെ ശരിക്കും നടക്കുന്നത്. അങ്ങനെ ഇപ്പോൾ എല്ലാവരും വീടിന്റെ അകത്തേക്ക് വന്നിരിക്കുകയാണ്. അവിടെ വന്ന് ആനി തന്റെ കയ്യിലേക്ക് നോക്കുമ്പോഴാണ് അവൾ ഞെട്ടിക്കുന്ന ഒരു കാര്യം കാണുന്നത്. എന്താണെന്ന് വെച്ചാൽ അവളുടെ കൈരേഖയുടെ ഉള്ളിൽ കൂടി എന്തോന്ന് എഴയുന്നത് പോലെ. ആ കാഴ്ച കണ്ട് അവൾ ശരിക്കും ഞെട്ടിയിരിക്കുകയാണ്. ഇത് നമ്മുടെ ലീനയെ ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ അന്ന് രാത്രി എല്ലാവരും കിടന്നുറങ്ങുകയാണ്. എന്തോ ഒരു ശബ്ദം കേട്ടാണ് ലീന എഴുന്നേൽക്കുന്നത്. നോക്കിയപ്പോൾ കാണുന്നത് തോക്കും പിടിച്ചുകൊണ്ട് തന്റെ മുന്നിൽ നിൽക്കുന്ന ആനിയെയാണ്. അവൾ തോക്ക് വെച്ച് ലീനയുടെ മുഖത്തിട്ടൊരു ഒറ്റയിടി. അതോടെ അവളുടെ ബോധവും പോകുന്നു. പിന്നീട് ബോധം വരുമ്പോഴേക്കും ആനി അവരെ 3 പേരെയും കെട്ടിയിട്ടേക്കുമായിരുന്നു. അവളുടെ കയ്യിലായിട്ട് ലീനയുടെ കഴുത്തിൽ കിടന്ന ഒരു ലോക്കറ്റും കൂടി ഉണ്ടായിരുന്നു. അതിന്റെ അകത്താണെങ്കിൽ കെയിന്റെ പടവും. അപ്പോ ഇതാണ് നിന്റെ ഹസ്ബൻഡ് അല്ലേ? നീ ഇത്രയും നാള് കള്ളം പറഞ്ഞു. ഇതെല്ലാം നിങ്ങൾക്കും അറിയാമായിരുന്നല്ലേ? ശരിക്കും ഈ ഷിമ്മറിന്റെ ഉള്ളിൽ എന്തായിരിക്കും നടന്നിട്ടുണ്ടാവുക? ഒന്നുകിൽ ഇവിടെയുള്ളവരെ ഏതൊരു മൃഗം കൊന്നു, ഒന്നുകിൽ അവർക്കെല്ലാം പരസ്പരം ഭ്രാന്തായി കൊന്നു. ജോസിയെ ഒരു മുതല കൊല്ലാൻ നോക്കി. ഷെപ്പേഡിനെ ആണെങ്കിൽ ഒരു കരടിയും കൊന്നു. അപ്പോ ഒന്നാമത്തതിനാണ് ചാൻസ് കൂടുതൽ. പക്ഷേ ഷെപ്പേഡിനെ കരടി കൊന്നു എന്ന് ലീനയല്ലേ പറഞ്ഞത്? നമ്മൾ ആരും കരടിയെ കണ്ടിട്ടില്ല. ഇതെല്ലാം പറഞ്ഞത് ലീനയും. ഇപ്പോഴാണെങ്കിൽ ഇവളൊരു നുണച്ചിയാണെന്ന് നമുക്ക് അറിയുകയും ചെയ്യാം. അത് പറഞ്ഞ് അവളൊരു കത്തിയെടുത്ത് ലീനയെ കുത്താനായിട്ട് വന്നത് പെട്ടെന്നാണ് നേരത്തെ കരടി പിടിച്ചുകൊണ്ടുപോയ ഷെപ്പേഡില്ലേ അവളുടെ നിലവിളി കേൾക്കുന്നത്. എന്നെ രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് ഉറക്കെ വിളിച്ച് കരയുകയാണ് അവൾ. നീയല്ലേ പറഞ്ഞത് ഷെപ്പേഡ് മരിച്ചെന്ന്? അത് പറഞ്ഞ് ഷെപ്പേഡിനെ രക്ഷിക്കാൻ വേണ്ടി ആനി പുറത്തേക്ക് ഇറങ്ങിയ ഒരൊറ്റ ഓട്ടം. ആനി എങ്ങോട്ട് പോയതിന്റെ തൊട്ട് പിറകെയാണ് മറ്റൊരു ശബ്ദം കേൾക്കുന്നത്. ഇവിടെയാണെങ്കിൽ ഇവരെ 3 പേരെയും കെട്ടിയിട്ടേക്കുന്നു. അത് കാരണം എല്ലാവരും പേടിച്ച് ഒന്നും മിണ്ടാതിരിക്കുകയാണ്. പെട്ടെന്നാണ് നേരത്തെ ഷെപ്പേഡിനെ പിടിച്ചുകൊണ്ടുപോയ ഒരു കരടിയില്ലേ ആ കരടി അകത്തേക്ക് കയറി വരുന്നത്. ശരിക്കും പറഞ്ഞാൽ നേരത്തെ ഷെപ്പേഡിന്റെ ശബ്ദം ഉണ്ടാക്കിയത് ശരിക്കും ഈ മൃഗമായിരുന്നു. ഇതേ കരടി പിടിച്ചുകൊണ്ടുപോകാൻ നേരത്ത് എന്നെ രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് പറഞ്ഞു കരഞ്ഞ അതേ ശബ്ദം. ഈ കരടി ഷെപ്പേഡിനെ കൊന്നത് അവളുടെ തൊണ്ട കടിച്ചു മുറിച്ചിട്ടായിരുന്നു. ഒരുപക്ഷെ അതുകൊണ്ടാകാം അവളുടെ ശബ്ദം ഈ കരടിയുടെ ശബ്ദവുമായിട്ട്
അറ്റാച്ച് ആയത്. കരടിയെ കണ്ടതും എല്ലാവരും പേടിച്ച് വിറച്ചിരിക്കുവാണ്. ഒന്ന് ചെറുതായിട്ട് അനങ്ങിയാ മതി, അതോടെ അവരുടെ കഥ കഴിഞ്ഞു. അത് കാരണം എല്ലാവരും പേടിച്ച് മിണ്ടാതിരിക്കുവാണ്. ആ കരടി ഇപ്പോൾ വന്നിരിക്കുന്നത് ജോസിയുടെ അടുത്തേക്കാണ്. അത് വന്ന് ജോസിയുടെ തൊഴിലായിട്ട് കടിക്കാനായിട്ട് പോയതും പെട്ടെന്നാണ് പുറത്തേക്ക് പോയ ആനി തിരികെ വരുന്നത്. അവള് വന്ന് കയ്യിലുള്ള തോക്ക് വെച്ച് ആ കരടിയെ നോക്കി ചറപറാന്ന് വെടിവെക്കാൻ തുടങ്ങി. അത് കണ്ടതും ഇപ്പോൾ ആ കരടിയും അവളുടെ നേരെ ചാടി വീഴുകയാണ്. അങ്ങനെ ഒരു യുദ്ധത്തിന് ശേഷം അവസാനം ആ കരടി അവളെ കൊല്ലുന്നു. ശേഷം ആ കരടി നേരെ വരുന്നത് ലീനയുടെ അടുത്തേക്കാണ്. അത് വന്ന് അവളെ കടിക്കാനായിട്ട് പോയതും പെട്ടെന്നാണ് ജോസി ഒരു തോക്കുമായിട്ട് വന്ന് അതിനെ തുരുതുരാന്ന് വെടിവെക്കാൻ തുടങ്ങിയത്. വെടിവെച്ച് അവസാനം അവൾ ആ കരടിയെ കൊല്ലുകയും ചെയ്യുന്നു. അങ്ങനെ ഒരു വിധത്തിൽ എല്ലാവരും രക്ഷപ്പെട്ടിരിക്കുകയാണ്. ഇനി ബാക്കിയുള്ളത് ഇവര് 3 പേര് മാത്രം. അതിൽ തന്നെ ഡോക്ടർ പറയുന്നത് താൻ ഇപ്പോൾ തന്നെ ലൈറ്റ് ഹൗസിലേക്ക് പോവുകയാണെന്നാണ്. നേരം വെളുത്തിട്ട് പോകാമെന്ന് ലീന പറഞ്ഞിട്ടും അവരത് കേൾക്കുന്നതേയില്ല. നേരം വെളുക്കുന്നവരെ കാത്തിരിക്കാനൊന്നും എനിക്ക് വയ്യ, നിങ്ങൾ പതിയെ നാളെ വന്നാൽ മതി. അതും പറഞ്ഞ് ആ ഡോക്ടർ അവിടുന്ന് പോകുന്നു. അങ്ങനെ നേരം വെളുത്തു. ഇനി ഇവിടെ ബാക്കിയുള്ളത് ജോസിയും ലീനയും മാത്രം. ഇന്നലെ രാത്രി ആ ജന്തുവിന്റെ വായിലൂടെ ഷെപ്പേഡിന്റെ ശബ്ദം കേട്ടത് വല്ലാത്തൊരു ഇതായിരുന്നു. അവള് മരിച്ചപ്പോൾ അവളുടെ മനസ്സിന്റെ ഒരു ഭാഗം ചിലപ്പോൾ അവളെ കൊന്ന ആ ജന്തുവിലേക്ക് ലയിച്ചു കാണും. ഭയന്ന് വേദനിച്ച് മരിക്കേണ്ടി വരിക. എന്നിട്ട് ആ ഒരു അംശം മാത്രം തന്റേതായിട്ട് ശേഷിക്കുന്ന ഒരു അവസ്ഥ. അത് ആലോചിക്കാൻ കൂടി വയ്യ. അവരിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ജോസി ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ അവൾ അവളുടെ കൈ സ്ഥിരമായിട്ട് മുറിക്കുമായിരുന്നില്ലേ, ഇപ്പോൾ ആ മുറിവിന്റെ പാടിൽ കൂടി ചെടികൾ വളർന്നു വരാൻ തുടങ്ങിയിരിക്കുന്നു. അത് കണ്ടതും അവൾ എഴുന്നേറ്റ് മുന്നോട്ട് നടക്കാൻ തുടങ്ങി. ജോസി, നീ ഇങ്ങോട്ടേ പോകുന്നേ? നിൽക്ക്, ഞാനും വരുന്നു. അത് പറഞ്ഞ് ലീന അവളുടെ പുറകെ ഓടിച്ചെല്ലുകയാണ്. പക്ഷേ കുറച്ചു ദൂരം മുന്നോട്ടേക്ക് ചെന്നപ്പോഴേക്കും അവിടെ ആരെയും കാണുന്നുണ്ടായിരുന്നില്ല. എന്താണെന്ന് വെച്ചാൽ ജോസി ഇപ്പോൾ ഒരു ചെടിയായി മാറിയിരിക്കുന്നു. എങ്ങനെയാണോ ഒരു ഇലയിൽ മനുഷ്യന്റെ DNA ഉണ്ടാകുന്നത്, അതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ മനുഷ്യരുടെ DNAയിലും ഒരു ചെടി ഉണ്ടായിരിക്കുകയാണ്. അല്ലെങ്കിലും ഇവിടെയുള്ള DNAകൾ മുഴുവൻ താറുമാറായി കിടക്കുവല്ലേ. അങ്ങനെ ഇനിയിപ്പോൾ ബാക്കിയുള്ളത് നമ്മുടെ ലീന മാത്രം. കൂടെയുള്ളവരെല്ലാം പോയതും അവൾ ഇപ്പോൾ ആകെ തകർന്നു പോയിരിക്കുകയാണ്. പക്ഷേ വിട്ടുകൊടുക്കാൻ അവൾ തയ്യാറല്ല. എന്ത് വന്നാലും നേരിടാമെന്നുള്ള ധൈര്യത്തോടെ അവൾ ഇപ്പോൾ ലൈറ്റ് ഹൗസിന്റെ അടുത്തേക്ക് പോവുകയാണ്. അവിടുത്തെയും അവസ്ഥ ഇതൊക്കെ തന്നെ. അവിടെയുള്ള മണ്ണിൽ നിന്നും എന്തോ ക്രിസ്റ്റൽ കൊണ്ടുണ്ടാക്കിയതുപോലെ ഒരുപാട് മരങ്ങൾ വളർന്നു നിൽക്കുന്നു. അതോടൊപ്പം തന്നെ അവിടെയായിട്ട് ഒരുപാട് അസ്ഥികൂടങ്ങളും. ഇതെല്ലാം താണ്ടി ഒടുക്കം അവൾ ആ ലൈറ്റ് ഹൗസിന്റെ അടുത്തേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. അതിന്റെ മുന്നിലായിട്ടും ഒരുപാട് അസ്ഥികൂടങ്ങൾ നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവൾ ഇപ്പോൾ പതുക്കെ വാതിൽ തുറന്ന് അതിനകത്തേക്ക് കയറിയിരിക്കുകയാണ്. അന്നേരമാണ് അവിടെ മതിലിനോട് ചേർന്നായിട്ട് ഒരു അസ്ഥികൂടം ഇരിക്കുന്നത് അവൾ കാണുന്നത്. അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് തന്നെ ഒരു ക്യാമറയും. ക്യാമറ കണ്ടതും അവൾ അപ്പോൾ തന്നെ അത് ഓൺ ചെയ്ത് നോക്കുന്നു. അതിനകത്തുണ്ടായിരുന്നത് വേറെ ആരുമല്ല, ഇവളുടെ ഹസ്ബൻഡായ കെവിനായിരുന്നു. അവൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ കരുതിയത് ഞാനൊരു മനുഷ്യനാണെന്നാണ്. എനിക്കൊരു ജീവിതമുണ്ടായിരുന്നു. എന്നെ ആളുകൾ കെയ്ൻ എന്നാണ് വിളിച്ചിരുന്നത്. ഞാൻ ശരിക്കും ആരായിരുന്നു? ഞാൻ നീ ആയിരുന്നു. എനിക്കൊന്നും അറിയില്ല. എന്റെ ശരീരം മുഴുവനും വെള്ളം പോലെ കിടന്ന് ഓടുകയാണ്. മനസ്സിനെ നിയന്ത്രിക്കാനേ പറ്റുന്നില്ല. അത് പറഞ്ഞ് അവൻ ആ ഗ്രനേഡ് ഓപ്പൺ ചെയ്യുന്നു. അതോടെ വലിയൊരു തിളക്കത്തോടു കൂടി ആ ഗ്രനേഡ് പൊട്ടി അവൻ മരിക്കുകയാണ്. അത് കണ്ടത് സഹിക്കാനാവാതെ ലീന പൊട്ടിക്കരയാൻ തുടങ്ങി. എന്നാൽ അപ്പോഴാണ് അവൾക്ക് മറ്റൊരു ഷോക്ക് കൂടി കിട്ടുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ക്യാമറയുടെ മുന്നിലേക്കായിട്ട് മറ്റൊരു കെയ്ൻ വന്ന് നിൽക്കുന്നു. എങ്കിൽ പിന്നെ ഇപ്പോൾ മരിച്ചതാരാ? അതാണ് ഒറിജിനൽ കെയ്ൻ, അതോ ഇതോ? അവൾക്കൊന്നും മനസ്സിലാകുന്നില്ല. അവൾ ഇങ്ങനെ ആകെ കൺഫ്യൂഷൻ ആയിട്ട് നിൽക്കുന്ന സമയത്താണ് അവിടെ ഉണ്ടായിരുന്ന ഒരു ഗുഹയിൽ നിന്നും എന്തോ ഒരു ശബ്ദം കേൾക്കുന്നത്. ആരോ കരയുന്നത് പോലത്തെ ശബ്ദം. അത് കേട്ടതും അവൾ കയ്യിലൊരു തോക്കും എടുത്തുകൊണ്ട് അതിനകത്തേക്ക് കയറി പോവുകയാണ്. ചെന്ന് നോക്കിയപ്പോഴോ അത് വേറെ ആരുമായിരുന്നില്ല, ഇവരെക്കാളും മുന്നേ പോയ ആ ഡോക്ടറായിരുന്നു. പക്ഷേ അവർക്കിപ്പോൾ കണ്ണുകളില്ല. കണ്ടിട്ട് തന്നെ ഒരു വല്ലാത്ത രൂപമാതിരി. ലീന പേര് വിളിച്ചതും അവർ പെട്ടെന്ന് തിരിഞ്ഞു നോക്കുന്നു. എന്നാൽ അപ്പോഴേക്കും അവർക്ക് കണ്ണുകളും തിരികെ വന്നിരുന്നു. ഞങ്ങൾ പരസ്പരം സംസാരിച്ചായിരുന്നു. എനിക്കറിയേണ്ടിയിരുന്നത് ഈ ലൈറ്റ് ഹൗസിനുള്ളിൽ എന്താണ് ഉണ്ടായിരുന്നതെന്നാണ്. ഇപ്പോൾ അതുള്ളത് എന്റെ ഉള്ളിലാണ്. അത് നമ്മളെ പോലെയല്ല, നമ്മളിൽ നിന്നും ഒരുപാട് വ്യത്യസ്തമാണ്. ഇതിങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കും. വളർന്ന് അവസാനം ഈ ലോകം മുഴുവൻ നശിപ്പിക്കും. അവരങ്ങനെ പറഞ്ഞു തീർന്നത് പെട്ടെന്നാണ് അവരുടെ ഉള്ളിൽ നിന്നും ഒരു പ്രകാശം പുറത്തേക്ക് വരുന്നത്. അതോടൊപ്പം തന്നെ അവരുടെ ബോഡി കുറേശ്ശെ ഇല്ലാതായി പോവുകയാണ്. അങ്ങനെ അവസാനം ആ ബോഡി മുഴുവൻ ഇല്ലാതായിട്ട് ഇപ്പോൾ അതിൽ നിന്നും ഒരു ബബിൾ പോലെ എന്തോ ഒന്നുണ്ടാകുന്നു. കാണാൻ തന്നെ വളരെ വ്യത്യസ്തമായ ഒരെണ്ണം. ഇവനാണ് ഇതിന്റെ എല്ലാം മെയിൻ വില്ലൻ. ഇവിടെ ഈ നടക്കുന്ന എല്ലാത്തിന്റെയും ഒരേ ഒരു കാരണക്കാരൻ. ഇപ്പോൾ അതിന്റെ മുന്നിലായിട്ടാണ് ലീന നിൽക്കുന്നത്. കുറച്ചു മുന്നേ വരെ ഇത് ആ ഡോക്ടറിന്റെ ബോഡിക്കുള്ളിലായിരുന്നു. പക്ഷേ അവരെ ഇതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം ആ ഡോക്ടർക്ക് ക്യാൻസർ ഉണ്ടായിരുന്നു. അത് കാരണമാണ് ആ ബോഡി മുഴുവനായിട്ടും അത് ഇല്ലാതാക്കി കളഞ്ഞത്. ശേഷം ലീനയുടെ അടുത്തേക്ക് വന്നിട്ട് അവളുടെ ഒരു തുള്ളി ബ്ലഡ് എടുക്കുന്നു. ആ ബ്ലഡ് വന്ന് ആ രൂപത്തെ തൊട്ടതും പെട്ടെന്ന് അതൊരു ഏലിയനായിട്ട് മാറുകയാണ്. അത് കണ്ടതും ലീന തന്റെ കയ്യിലുണ്ടായിരുന്ന തോക്ക് വെച്ച് അതിനെ തുരാന്ന് വെടിവെക്കാൻ തുടങ്ങി. പക്ഷേ ഒരു പ്രയോജനം ഉണ്ടായില്ല. ഒരൊറ്റ ബുള്ളറ്റ് പോലും അതിന്റെ ദേഹത്ത് കൊള്ളുന്നുണ്ടായിരുന്നില്ല. അത് കണ്ടതും പേടിച്ചു പോയ ലീന പുറത്തേക്ക് ഇറങ്ങിയ ഒരു ഒറ്റ ഓട്ടം. പക്ഷേ അവൾ പുറത്തെത്തിയപ്പോഴേക്കും അവളുടെ മുന്നേ തന്നെ ആ രൂപം അവിടെ നിൽപ്പുണ്ടായിരുന്നു. അതിപ്പോൾ ലീനയെ തന്നെയാണ് നോക്കി നിൽക്കുന്നത്. ആ സമയത്താണ് അവൾ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. ലീന എന്താണോ ചെയ്യുന്നത് അത് തന്നെയാണ് ആ രൂപവും ചെയ്യുന്നത്. അവൾ എങ്ങോട്ടേക്ക് നടക്കുന്നോ അങ്ങോട്ട് തന്നെ ആ രൂപവും നടക്കുന്നു. അവൾ എന്തൊക്കെ ചെയ്യുന്നോ അത് തന്നെ അതും ചെയ്യുന്നു, ഒരു നിഴലിനെ പോലെ. അത് കണ്ടതും അവിടെ ഉണ്ടായിരുന്ന ക്യാമറ എടുത്ത് അവൾ അതിനെ ഒരു ഒറ്റയടി. അതും അതുപോലെ തന്നെ അവൾ തിരിച്ചൊരൊറ്റയടി. അതോടെ ലീനയുടെ ബോധം പോകുന്നു. ബോധം വന്നതും അത് വീണ്ടും അവളെ പോലെ തന്നെ ഇമിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങി. അത് കണ്ടതും അവൾ പുറത്തേക്ക് ഇറങ്ങിയ ഒരു ഒറ്റ ഓട്ടം. തൊട്ട് പുറകെ ഇതും. അത് വന്ന് ഇവളെ ഇങ്ങനെ അമർത്തി പിടിച്ചേക്കുവാണ്. പെട്ടെന്ന് അവള് ബോധം പോയതുപോലെ താഴേക്ക് വീണതും അതും അതുപോലെ തന്നെ താഴേക്ക് വീഴുന്നു. അവൾ
നമ്മൾ എന്തൊക്കെ ചെയ്താലും അതുപോലെ തന്നെ അത് ചെയ്യുകയാണ്. നമ്മൾ എന്ത് ചെയ്താലും അതുപോലെ തന്നെ അത് ചെയ്യുന്ന അവൾക്ക് മനസ്സിലായി. അത് മനസ്സിലായതും അവൾ ഒരു ബോംബ് എടുത്ത് അതിന്റെ കയ്യിലേക്ക് കൊടുക്കുന്നു. അവളുടെ ആ കൈ അതിന്റെ ദേഹത്തേക്ക് തൊട്ടതും പെട്ടെന്ന് തന്നെ അത് ലീനയുടെ രൂപമായിട്ട് മാറുകയാണ്. ഇപ്പോൾ കണ്ടാൽ രണ്ടുപേരെയും തിരിച്ചറിയാൻ സാധിക്കില്ല. ലീനയാണെങ്കിൽ ആ ബോംബ് ആക്ടിവേറ്റ് ചെയ്ത ശേഷം അവിടെ നിറങ്ങിയ ഒരു ഒറ്റ ഓട്ടം. അപ്പോഴേക്കും അതിന്റെ കയ്യിലുണ്ടായിരുന്ന ബോംബ് പൊട്ടി അത് മുഴുവൻ നിന്ന് കത്താൻ തുടങ്ങി. പക്ഷേ അത് ലീനയുടെ പിറകെ ചെല്ലുകയോ അവളെ പിടിക്കാൻ നോക്കുകയോ ഒന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല. പോകുന്നെങ്കിൽ പൊയ്ക്കോ എന്നൊരു രീതി. അങ്ങനെ ഇപ്പോൾ അതിന്റെ ദേഹം മുഴുവൻ നിന്ന് കത്തുകയാണ്. അതിന്റെ കൂടെ തന്നെ ആ ലൈറ്റ് ഹൗസ് മുഴുവനും. അപ്പോഴേക്കും ലീനയോടി ഒരുപാട് ദൂരത്തേക്ക് എത്തിയിരുന്നു. ആ ലൈറ്റ് ഹൗസ് മാത്രമല്ലായിരുന്നു, അതിന്റെ കൂടെ തന്നെ അവിടെ പരിണാമം സംഭവിച്ചിരുന്ന സകല ചെടികളും മരങ്ങളും എല്ലാം കത്തി നശിക്കുന്നു. അതിന്റെ കൂടെ തന്നെ ആ ഷിമ്മറില്ലേ, അതും അവിടെ നിന്ന് മാഞ്ഞു പോകുന്നു. അങ്ങനെ ഇതിന്റെ എല്ലാം ഉറവിടമായ ആ ലൈറ്റ് ഹൗസ് ഇല്ലാതായതോടുകൂടി ബാക്കിയുണ്ടായിരുന്ന എല്ലാം നശിച്ചിരിക്കുകയാണ്. അടുത്ത ഷോട്ടിൽ കാണിക്കുന്നത് ആ സയന്റിസ്റ്റിനെയാണ്. അപ്പോ അതൊരു ഏലിയൻ ആയിരുന്നു. അതിനെ കാണാൻ എങ്ങനായിരുന്നു എനിക്കറിയില്ല. അതിന് പ്രത്യേകിച്ച് ഒരു രൂപമൊന്നും ഉണ്ടായിരുന്നില്ല. അതിനെന്തായിരുന്നു വേണ്ടത്? അത് നമ്മുടെ ഈ ലോകത്തെ മാറ്റാൻ നോക്കുകയാണ്. എന്ത് ലോകത്തെ മാറ്റാൻ നോക്കുന്നോ? അതെ, പുതിയതായിട്ട് എന്തോന്നും ഉണ്ടാക്കാൻ നോക്കുകയാണ്. അവള് പറയുന്നതൊന്നും അവർക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. എന്തുവാണെങ്കിലും ഇപ്പോൾ ആ ലൈറ്റ് ഹൗസ് ഇല്ലാതായിരിക്കുന്നു. അതോടെ ബാക്കിയുണ്ടായിരുന്ന എല്ലാം നശിക്കുകയും ചെയ്തു. അല്ല, എന്റെ ഹസ്ബൻഡ് എന്തിയെ? അടുത്ത ഷോട്ടിൽ കാണിക്കുന്നത് അവളുടെ ഹസ്ബൻഡിനെയാണ്. പരസ്പരം കണ്ടത് രണ്ടുപേരും കൂടി സന്തോഷത്തോടെ ഓടി വന്ന് കെട്ടിപ്പിടിക്കുകയാണ്. അപ്പോഴാണ് മറ്റൊരു കാര്യം കാണിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ രണ്ടുപേരുടെ കണ്ണിന്റെ നിറങ്ങൾ മാറുന്നു. ഇതിന്റെ അർത്ഥം ആ ഏലിയൻ ഇതുവരെ ചത്തിട്ടില്ല എന്നല്ലേ? എന്ന് വെച്ചാൽ ആ ഏലിയൻ ഇപ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും ഉള്ളിലായിട്ടുണ്ട്. പക്ഷേ അതുണ്ടാക്കിയെടുത്ത മ്യൂട്ടേഷൻസ് എല്ലാം ഇല്ലാതായിരിക്കുന്നു. എന്നാൽ ആ ഏലിയൻ മാത്രം ഇപ്പോഴും ഇവരുടെ ഉള്ളിൽ ജീവിക്കുന്നു. അങ്ങനെ ആ ഒരു സീനും കാണിച്ചുകൊണ്ട് ഈ ഒരു മൂവിയുടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ മൂവി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. മറ്റൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണുവരെ നന്ദി.